അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. എടാ ഓൻ പറഞ്ഞു 1 രൂപ പോലും ഓന് കൊടുത്തിട്ടില്ല എന്നാടാ പറഞ്ഞത്. ഓൻ എങ്ങനെ പറയുക? ഫ്ലാഷ് ബാക്ക്. മാസം ഒരു 5000 തരാ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന് ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത് പറയുന്നത്. പക്ഷെ അയ്യോ ഇതുവരെ 2 കൊല്ലതായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് 2 കൂട്ടർക്ക് അറിയണല്ലേ. പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്കിങ്ങി? 1 രൂപ പോലും കൊടുത്തിട്ടില്ലാന്ന്. എന്തൊരു പച്ച കള്ളാന്നത്. അടി. ഞാൻ എല്ലാം തുറന്നു പറയാൻ പോവാ. ഇത്രയും പ്രൂഫുകളായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് അറിയാത്ത വല്ലതുണ്ടോ? ഇന്നലെ അതിൽ പറഞ്ഞ ആ വീഡിയോയിലും ആ ലൈവിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളം. ഞാൻ മൂപ്പരുടെ ഈ പുതിയ കളിയുടെ തുടക്കം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ഇതെനിക്ക് നീല ആരതൊക്കെ ജീവൻ തകരും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാന്ന് എനിക്ക് തെളിയിക്കണം. വേറെ വഴിയൊന്നുമില്ല. താനൊരു വൃത്തിയായിട്ടവരാണെന്ന് എനിക്ക് സെക്രട്ടേറിയറ്റിൽ വെച്ച് പറയും. മമ്മൂന്റെ കയ്യിൽ തുടങ്ങാം. ഓക്കെ, മമ്മു എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഓക്കെ, ഈ 2 വർഷത്തിന്റെ ഇടയിൽ എത്രയോ പൈസ ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിന്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ മമ്മൂന്റെ അക്കൗണ്ട് ആയത്. മമ്മൂന്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിന്റെയും പൈസ പാമ്പ് അടിക്കുള്ളൂ. അവന്റെ തലയിൽ ഇടുത്തി വീഴും. മനസാക്ഷി ഇല്ലാത്തവൻ. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തിട്ട് 1 ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, 25 ഇത് ഇടക്കിടക്ക് ഓരോന്ന് ഇങ്ങനെ മിസ്സായി പോകും. എനിക്കറിയില്ല. എമീറിന്റെ കാര്യം അത് നിങ്ങൾ അറിയണം. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എന്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു. ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. നിർത്താൻ പറയും. ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. നോ അതിന്റെ ആവശ്യമില്ല. നമ്മള് ശരിക്കും എന്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാല് ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് നീ ഷഡ്ഡി കഴിച്ചിട്ട് നിന്റെ ജോലിയാടാ നായിന്റെ മോനെ. നിന്റെ ജോലിയാടാ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. നിന്നെ ഇത്രയും കാലം തീറ്റി പോയിട്ട് ഇത്ര പൈസ എന്റെ കൊണ്ടുപോയടാ നീ. ഇവൻ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ കാണണം, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം.